നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉണങ്ങാത്ത ദുരന്തത്തിന്റെ മുറിപ്പാടുകളുമായി കാസർഗോഡ്. മംഗലാപുരം വിമാന ദുരന്തത്തിന് 5 ആണ്ട് തികയുന്നു. കേന്ദ്ര സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് പകരം ഭൂമിയില്ല. പെരുവഴിയിലായത് 18 കുടുംബങ്ങൾ. തൊഴിൽ അവകാശം സംരക്ഷിക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം. NRIG വർക്കേഴ്സ് തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല തുടക്കം. ജില്ലയിലെ 7 പഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം. രൂപരേഖ സമർപ്പിക്കാത്തതിനാൽ കുറ്റിക്കോൽ, പടന, മംഗൽപാടി, ബളാൽ പഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് ഉപാധികളോടെ അംഗീകാരം. വാർത്തകൾ വിശദമായി. കാസർഗോഡിന് തീരാദുഃഖങ്ങൾ നൽകിയ മംഗലാപുരം വിമാന ദുരന്തത്തിന് 5 ആണ്ട് തികയുന്നു. രാജ്യത്തെ നടുക്കിയ ഈ ദുരന്തത്തിൽ 158 പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കരിഞ്ഞുപോയത്. കാസർഗോഡ് സ്വദേശികളായ 50ഓളം പേരുടെ ജീവിതമാണ് ഈ ദുരന്തം തട്ടിയെടുത്തത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമായ മംഗലാപുരം വിമാന ദുരന്തത്തിന് 5 ആണ്ട് തികയുകയാണ്. രാജ്യത്തെ നടുക്കിയ ഈ ദുരന്തം ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തല്ലിക്കെടുത്തിയത്. 2010 മെയ് 22-നാണ് 158 പേരുടെ ജീവൻ പൊലിഞ്ഞ മംഗലാപുരം വിമാന ദുരന്തം ഉണ്ടായത്. വിമാന ദുരന്തം ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ നൽകിയത് കാസർഗോഡിനായിരുന്നു. കാസർഗോഡ് സ്വദേശികളായ 50ഓളം പേരുടെ ജീവിതം വിമാന ദുരന്തം തട്ടിയെടുത്തു. ജീവിക്കുവാനുള്ള വക തേടി ഗൾഫിലേക്ക് പറന്നവരുടെ സ്വപ്നങ്ങൾ വിമാന ദുരന്തത്തിൽ കത്തിയെരിഞ്ഞു. അപകടം നടന്ന് 5 ആണ്ട് തികയുമ്പോഴും മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും ആശ്രിതർക്ക് ജോലി നൽകുമെന്നും പറഞ്ഞ അധികൃതരുടെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി ഇപ്പോഴും നിലകൊള്ളുകയാണ്. ദുരന്തഭൂമിയിലും മരിച്ചവരുടെ വീട്ടിലും പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തിയവർ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വേദന കണ്ടില്ലെന്ന മട്ടാണ് ഇപ്പോഴും നടിക്കുന്നത്. അവസാനം എയർ ഇന്ത്യ അധികൃതരും ഇൻഷുറൻസ് കമ്പനിക്കാരും വിലപേശൽ നടത്തിയാണ് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാരം നിശ്ചയിച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളോട് എയർ ഇന്ത്യ നടത്തിയ വിലപേശൽ വ്യാപകമായ പ്രതിഷേധത്തിനായിരുന്നു ഇടയാക്കിയത്. എയർ ഇന്ത്യയുടെ 10 ലക്ഷവും സംസ്ഥാന സർക്കാരിൻ്റെ 3,02,000 രൂപയും കേന്ദ്ര സർക്കാരിൻ്റെ 2 ലക്ഷം രൂപയുമാണ് വിമാന ദുരന്തത്തിനിരയായവരുടെ ആശ്രിതർക്ക് ലഭിച്ചത്. തുച്ഛമായ നഷ്ടപരിഹാര തുക നൽകി കൈകഴുകുവാനുള്ള സമീപനമായിരുന്നു അധികൃതർ കൈക്കൊണ്ടത്. അർഹിക്കുന്ന നഷ്ടപരിഹാര തുക ദുരന്തത്തിനിരയായവരുടെ ആശ്രിതർക്ക് ഇപ്പോഴും വെറും സ്വപ്നം മാത്രമാണ്. ദുരന്തത്തിന് 5 വർഷം തികയുമ്പോഴും അധികൃതർ മരിച്ചവരുടെ ആശ്രിതരോടുള്ള അവഗണന തുടരുകയാണ്. വിമാന ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പേണ്ട അധികൃതർ ഇവരെ മാനസികമായി വീണ്ടും കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് പകരം ഭൂമി നൽകിയില്ല. ഇതോടെ മാളത്തുംപാറയിലെ 18 ആദിവാസി കുടുംബങ്ങൾ പെരുവഴിയിലായിരിക്കുകയാണ്. ദേശീയപാതയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ കഴിയുന്ന കോളനിയാണ് മാളത്തുംപാറ പട്ടികവർഗ കോളനി. ഈ കോളനി ഒന്നാകെ കേന്ദ്ര സർവകലാശാലയ്ക്കായി ഏറ്റെടുത്തിരുന്നു. പകരം ഭൂമിയും വീടും റോഡ് സൗകര്യവും ഒരുക്കുമെന്നായിരുന്നു വാഗ്ദാനം. സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത 400 ഏക്കർ സ്ഥലത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് മാളത്തുംപാറ കോളനി സ്ഥിതി ചെയ്യുന്നത്. നേരത്തെയുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം കേന്ദ്ര സർവകലാശാല വന്നതോടെ ഇല്ലാതായി. പകരം ഭൂമിയും വീടും എന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ കേന്ദ്ര സർവകലാശാല അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. സർവകലാശാല കോളനിക്കാരുടെ ഭൂമി ഏറ്റെടുക്കാൻ വൈകുന്നതും പകരം ഭൂമി നൽകാത്തതുമാണ് ഇവർക്ക് വിനയായത്. കോളനിക്ക് ചുറ്റും മതിൽ ഉയർന്നതോടെ പുറത്തേക്ക് പോകണമെങ്കിൽ സെക്യൂരിറ്റിക്കാർ കനിയേണ്ട സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ടൗണിൽ എത്തണമെങ്കിൽ 35 രൂപ ഓട്ടോയ്ക്ക് നൽകേണ്ടി വരുന്നതായി കോളനി നിവാസികൾ പറഞ്ഞു. കാരണം ആദ്യംകാലം LP സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ദീർഘദൂരം നടന്നു പോകേണ്ടി വരും. അത് ഇപ്പോഴെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ദിവസം 80 രൂപ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളത് പല നിവേദനത്തിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ സാമ്പത്തിക സഹായം ചോദിച്ചിട്ടുണ്ട് അവരോട്, ജോലി പറയുന്നത്. അപ്പോൾ അതൊന്നും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവരോട് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ട് വേണ്ടത് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവർ സ്ഥലം കൈമാറുന്നുണ്ട്, സ്ഥലം കാണിച്ചിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം മറ്റ് നടപടികളൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല. കാർഷിക വൃത്തിയിൽ ഉപജീവനം നയിച്ച കുടുംബങ്ങൾ ഇപ്പോൾ കൃഷിയിറക്കാനും മടിക്കുന്നു. സ്ഥലം ഏറ്റെടുക്കൽ എപ്പോൾ നടക്കുമെന്ന് അറിയാത്തതാണ് ഇവരെ ആശങ്കയിലാഴ്ത്തുന്നത്. പലരും വസ്തുജാമ്യത്തിൽ വായ്പ എടുത്തിട്ടുള്ളവരാണ്. രേഖകൾ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത പ്രശ്നവും നിലവിലുണ്ട്.
വികസനത്തിനായി നാളിതുവരെ അധ്വാനിച്ചതെല്ലാം വിട്ടുകൊടുത്ത ഒരു സമൂഹത്തിന് പകരം ലഭിച്ചത് സങ്കടങ്ങളും പരാതികളും മാത്രം. ഇവരുടെ രോദനം കേൾക്കാൻ ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. NREG വർക്കേഴ്സ് ഫെഡറേഷന്റെ തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായി. ജാഥ AITUC ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ പര്യടനത്തിൽ മുഴുകിയ പ്രധാനമന്ത്രിയും അപ്രസക്തരായ മന്ത്രിമാരുമാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ സംസ്ഥാന തൊഴിൽ സംരക്ഷണ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 14 ലോകസഭയിൽ കോൺഗ്രസ് പാർട്ടിക്ക് പിന്തുണ നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളുമെല്ലാം പിന്തുണച്ചുകൊണ്ടാണ് ഒന്നാമത്തെ UPA സർക്കാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ തുടർന്നത്. നമ്മൾ പിന്തുണ പിൻവലിക്കുന്നവരെ നമ്മുടെ പിന്തുണയോടുകൂടിയാണ് അധികാരത്തിൽ തുടർന്നത്. ആ ഒന്നാം UPA സർക്കാർ ഈ ഞാൻ നേരത്തെ പേര് പറഞ്ഞ 3 നമ്മുടെ പാർട്ടി നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ നേതാക്കന്മാരുടെ വിലപ്പെട്ട സംഭാവനയാണ് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്തത് ഗൗരവമായി എടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ചെങ്ങറ സുരേന്ദ്രനാണ് ജാഥ ലീഡർ. KV കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TJ ആഞ്ചലോസ്, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, P സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ INTUC ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. കാസർഗോഡ് സ്പീഡ്വേ ഇൻ ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി V അബ്ദുൽ ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തിന് നിയോഗിച്ച അതേ കമ്മിറ്റിയെ തന്നെയാണ് നമ്മളെ ശമ്പള പരിഷ്കരണത്തിന് നിയോഗിച്ചുള്ളത്. മിക്കവാറും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജൂൺ 15 മുമ്പ് ജൂൺ 15 ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ ശമ്പള പരിഷ്കരണ നടപടികൾ അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് ഗവൺമെന്റ് ഈ കമ്മിറ്റിയെ ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജോസ് സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ വിനോദ് കുമാർ അരമന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ O പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കരിമ്പിൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. C പ്രദീപ് കുമാർ, വത്സൻ മൂലക്കാട്ട്, K അശോക് കുമാർ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധി ലോകത്തെ മികച്ച ഭരണാധികാരിയായിരുന്നുവെന്ന് KPCC നിർവാഹക സമിതി അംഗം AC ജോസ്. കാഞ്ഞങ്ങാട്ട് രാജീവ് ഗാന്ധി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധിയുടെ ദീർഘവീക്ഷണവും ദീക്ഷണാശൈലികളുമാണ് ആധുനിക ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിലെത്തിച്ചതെന്ന് KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് MC ജോസ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 24ാം ചരമവാർഷിക അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും അവസാനം ഇന്നിപ്പോ നമ്മൾ പത്രം വായിക്കുമ്പോൾ ചൈനയെ പോലും പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു എന്ന് വാർത്തകൾ വായിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച രാജീവ്ജിയുടെ ദീർഘവീക്ഷണത്തെ നമുക്ക് എത്ര കണ്ടാലും എത്ര പ്രശംസിച്ചാലും മതിയാവില്ല എന്ന കാര്യം സംശയം. എന്തായാലും ഇപ്പോൾ 1 വർഷം അധികാരത്തിലിരിക്കുന്ന മോദിയുടെ പ്രവർത്തന ഫലമാണ് ഈ മുന്നേറ്റമെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ വളർച്ച ആരംഭിക്കുന്നത് ഈ 1900 അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷമാണ്. ഈ വളർച്ച ക്രമാതീതമായി വളരാനിടയായ സാഹചര്യമെന്ന് നമുക്കറിയാം. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. DV ബാലകൃഷ്ണൻ, M കുഞ്ഞികൃഷ്ണൻ, KP മോഹനൻ, അനിൽ വാഴുന്നോറടി, K സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അശോക് ഹെഗ്ഡെ സ്വാഗതവും കമലാക്ഷി നന്ദിയും പറഞ്ഞു. മാധ്യമം റോഡ് ഷോ ജില്ലയിൽ പര്യടനം തുടരുന്നു. ഉത്തര കേരളത്തിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമായാണ് റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ പര്യടന കേന്ദ്രങ്ങളിൽ മികച്ച പ്രതികരണമാണ് റോഡ് ഷോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമം റോഡ് ഷോ വെള്ളിയാഴ്ച ഉപ്പളയിൽ പര്യടനം നടത്തി. ഉപ്പള ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു റോഡ് ഷോ അവതരിപ്പിച്ചത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്രത് ജഹാൻ റോഡ് ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പരാതികൾ മുഴുവൻ പരിശോധിച്ചുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടിയാണ്
പഞ്ചായത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ 2014-15 വർഷത്തിൽ 99.28% ഫണ്ട് നമ്മൾ ചെലവഴിച്ചുകൊണ്ട് ജില്ലയിലെ 1ാം സ്ഥാനത്തും സംസ്ഥാനത്ത് 9ാം സ്ഥാനത്തും എത്താൻ കഴിഞ്ഞു എന്നത് തന്നെ എനിക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹർഷാദ് ബോർക്കാടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഷ്റഫ് ജഹാൻ, ഗോൾഡൻ ഹനീഫ, അബു തമാം, മാധ്യമം ദിനപത്രം അസിസ്റ്റന്റ് മാനേജർ റഹ്മാൻ കുറ്റിക്കാട് എന്നിവർ സംസാരിച്ചു. റോഡ് ഷോയുടെ ഭാഗമായി സംഘടിപ്പിച്ച തെരുവു നാടകം ഏറെ ശ്രദ്ധേയമായി. കാസർഗോഡിനുള്ള അധികാരികളുടെയും ജനപ്രതിനിധികളുടെയും അവഗണനയെ രൂക്ഷമായി വിമർശിച്ച നാടകം ഏവരുടെയും മനം കവർന്നു. മംഗലാപുരം ഇന്ത്യാന ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെയാണ് മാധ്യമം ദിനപത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വോയിസ് ഓഫ് പടുവടുക്ക ആഘോഷത്തിൻ്റെ നിറവിൽ 2ാം വാർഷികാഘോഷം ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനി ഞായർ ദിവസങ്ങളായാണ് പരിപാടി. ശനിയാഴ്ച 5:30 ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്യും. 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം PB അബ്ദുറസാഖി MLA ഉദ്ഘാടനം ചെയ്യും. NA നെല്ലിക്കുന്നി MLA, സായിറാം ഗോപാലകൃഷ്ണ ഭട്ട്, ഡോക്ടർ ഖത്തർ ഇബ്രാഹിം ആജിദ് തുടങ്ങിയവർ സംബന്ധിക്കും. ഞായറാഴ്ച നടക്കുന്ന ക്രിക്കറ്റ് മത്സരം ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം E അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അനുബന്ധ സംബന്ധമായ പടുവടുക്ക ഫെസ്റ്റ് 2015 23-24 തീയതി പടുവടുക്കയിൽ ഗ്രീൻ ഗാർഡൻ ഗ്രൗണ്ടിൽ നടത്തും. 5:30 പടുവടുക്ക ചുറ്റുവട്ടങ്ങളിൽ വൃക്ഷത്തൈകൾ നടൽ. ബഹുമാനപ്പെട്ട ക്ലബ്ബ് ജോയിൻറ്റ് സെക്രട്ടറി ആഷിർ സ്വാഗതം ആശംസിക്കുന്ന പരിപാടിയിൽ നമ്മുടെ പരിപാടിയുടെ കൺവീനർ അബ്ദുൽ സലാം അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ EH അസർ, ഷൗക്കത്ത് പടുവടുക്ക, മുനവർ ഷാഹിദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുറുവയൽ ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പുനഃപ്രതിഷ്ഠ ബ്രഹ്മ കലശോത്സവം ശനിയാഴ്ച സമാപിക്കും. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. കഴിഞ്ഞ 19-ന് ആരംഭിച്ച ഉത്സവത്തിൽ വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. വെള്ളിയാഴ്ച മഹാഗണപതി ഹോമവും തറവാട് വീടിൻ്റെ ഗൃഹപ്രവേശവും ശ്രീ വെങ്കട്ടരമണ ദേവൻ്റെ മുടിപ്പ് പൂജാ പരിപാടികളും നടന്നു. തുടർന്ന് ഭജനയും കർണാടക ശാസ്ത്രീയ സംഗീതവും ധാർമ്മിക സഭയും അരങ്ങേറി. 23-ന് പരിപാടി സമാപിക്കും. സമാപന ദിവസത്തിൽ ശ്രീ വിഷ്ണുമൂർത്തി ദൈവത്തിൻ്റെ കോലവും ശ്രീ രക്തേശ്വരി ദൈവത്തിൻ്റെ കോലവും അന്നദാനവും നടക്കും. വൈകിട്ട് 3 മണി മുതൽ ശ്രീ ഗുളിക ദൈവത്തിൻ്റെ കോലം അരങ്ങേറും. നാട്ടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവത്തിലേക്ക് ഒഴുകിയെത്തിയത്. ജില്ലയിലെ 7 പഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. രൂപരേഖ സമർപ്പിച്ചില്ലെങ്കിലും കുറ്റിക്കോൽ, പടന്ന, മംഗൽപാടി, ബളാൾ പഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് ഉപാധികളോടെ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. വെസ്റ്റളേരി, തൃക്കരിപ്പൂർ, പിലിക്കോട്, കുറ്റിക്കോൽ, പടന്ന, മംഗൽപാടി, ബളാൽ ഗ്രാമപഞ്ചായത്തുകളുടെ 2015-2016 വാർഷിക പദ്ധതികൾക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. പദ്ധതി രേഖ മുൻകൂട്ടി സമർപ്പിക്കാത്തതിനാൽ കുറ്റിക്കോൽ, പടന്ന, മംഗൽപാടി, ബളാൽ പഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് ഉപാധികളോടെയാണ് അംഗീകാരം നൽകിയത്. വെസ്റ്റളേരി പഞ്ചായത്തിൻ്റെ 754.72 ലക്ഷം രൂപ അടങ്കലുള്ള 187 പ്രൊജക്റ്റുകൾ അംഗീകരിച്ചു. പൊതുവിഭാഗത്തിൽ 14, പട്ടികജാതി 23, പട്ടികവർഗം 18 പ്രൊജക്റ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 199 പ്രൊജക്റ്റുകൾ അംഗീകരിച്ചു. 999.42 ലക്ഷമാണ് അടങ്കൽ തുക. പൊതുവിഭാഗം 180, പട്ടികജാതി 18, പട്ടികവർഗം 1 പ്രൊജക്റ്റുകളാണ് അംഗീകരിച്ചത്. പിലിക്കോട് പഞ്ചായത്തിൽ 154 പ്രൊജക്റ്റുകൾ അംഗീകരിച്ചു.
കുറ്റിക്കോൽ പഞ്ചായത്തിൽ 650.95 ലക്ഷം അടങ്കൽ രൂപയുടെ 126 പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം നൽകി. സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച പ്രൊജക്ടിന്റെ വിശദമായ പദ്ധതി രേഖ അംഗീകരിച്ചു. 3051 ഹെക്ടർ പദ്ധതി പ്രദേശത്ത് 3,66,12,000 രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പെർഡാല, ചൗക്കാർ, ഏൽക്കാന, കിന്നിങ്കാർ ചെറു നീർത്തട പ്രദേശങ്ങളാണ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നത്. ജില്ലാ പഞ്ചായത്ത് നടപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ശിശുപ്രിയ അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിന് 14 അംഗൻവാടികളെ തെരഞ്ഞെടുത്തു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളായ KS കുര്യാക്കോസ്, KB മുഹമ്മദ് കുഞ്ഞി, പാതൂർ കുഞ്ഞാമു, ജില്ലാ പ്ലാനിംഗ് ഓഫീസറുടെ ചുമതല നിർവഹിക്കുന്ന K ഗുരീഷ് കുമാർ എന്നിവരും നഗരസഭ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ, വിവിധ വകുപ്പുകളുടെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലോത്സവം തുടങ്ങി. വയലിലെ കലശം എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം തുടങ്ങി. വെള്ളിയാഴ്ച അകത്തെ കലശം നടന്നു. ശനിയാഴ്ച പുറത്തെ കലശ മഹോത്സവം നടക്കും. മടിയൻകൂലത്തെ പ്രധാന കലശങ്ങളിലൊന്നായ വയലിലെ കലശം ഒരുക്കുന്ന ചടങ്ങുകൾ പേരളത്ത് നടന്നു. പുറത്തെ കലശോത്സവത്തിൽ അവസാനമായാണ് വയലിലെ കലശം എത്തുന്നത്. തായൽ രാജനാണ് ഇത്തവണ വയലിലെ കലശം എടുക്കുന്നത്. കാഞ്ഞങ്ങാട് ഭക്ഷ്യസുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം M സുകന്യ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് ഭക്ഷ്യസുരക്ഷാ സെമിനാർ സംഘടിപ്പിച്ചത്. കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം M സുകന്യ ഉദ്ഘാടനം ചെയ്തു. ആ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുകയും സംഭരണികളിൽ ഇത് നിറയുകയും ചെയ്തപ്പോഴും ഇന്ത്യയിലുള്ള പൊതു അവസ്ഥ എന്താ? കേരളത്തെയോ അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനം താരതമ്യേന ശക്തമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ താരതമ്യേന മെച്ചാണ്. ആ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാലുള്ള അവസ്ഥ എന്താ? ഈ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സമാഹരിക്കപ്പെട്ട ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിന് പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊതുവിതരണ സംവിധാനം, റേഷൻ സംവിധാനം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പോലും ഈ അടുത്ത കാലം വരെ നിലവിലില്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ടിട്ടുള്ള ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം. ജില്ലാ പ്രസിഡന്റ് M സുമതി അധ്യക്ഷയായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ VP ജാനകി, അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി, P ശ്യാമള, M ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി E പത്മാവതി സ്വാഗതം പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. BJP ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം 28-ന് നടക്കും. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ശിലാസ്ഥാപനം നിർവഹിക്കും. പൂഴിക്കടത്തുമായി ബന്ധപ്പെട്ട് യുവാവ് അറസ്റ്റിൽ. അടൂരിലെ വിശ്വനാഥനാണ് അറസ്റ്റിലായത്. അണ്ടർ-19 ജില്ലാ ടീമിനെ അഹമ്മദ് അഫീഫ് നയിക്കും. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന മത്സരത്തിലേക്കാണ് അഫീഫിനെ നായകനായി തെരഞ്ഞെടുത്തത്. ഇരിയണ്ണിയുടെ ശക്തി വാർഷികം ശനിയാഴ്ച നടക്കും. K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്യും. HRMPM കൺവെൻഷൻ ശനിയാഴ്ച നടക്കും. 4 മണിക്ക് ചീമേനി ഹൈസ്കൂളിലാണ് പരിപാടി. കിഴക്കേ ബായക്കോടൻ തറവാട് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം തുടങ്ങി. ഭക്തിയുടെ നിറവിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. ശനിയാഴ്ച രാവിലെ 10-ന് ഊട്ടുപുര ചുറ്റുപന്തൽ സമർപ്പണം നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുടുംബക്കൂട്ടായ്മയും രാത്രി 8-ന് പൂരക്കളിയും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 9-ന് ബാലസരസ്വതി പൂജ നടക്കും. 25-ന് രാവിലെ 9-ന് മഹാമൃത്യുഞ്ജയ ഹോമവും മെയ് 28-ന് രാവിലെ 7:19-നും 9:31-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ അഷ്ടബന്ധ ബ്രഹ്മകലശാഭിഷേകവും നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉണങ്ങാത്ത ദുരന്തത്തിന്റെ മുറിപ്പാടുകളുമായി കാസർഗോഡ്. മംഗലാപുരം വിമാന ദുരന്തത്തിന് 5 ആണ്ട് തികയുന്നു.
കേന്ദ്ര സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത ഭൂമിക്ക് പകരം ഭൂമിയില്ല. പെരുവഴിയിലായത് 18 കുടുംബങ്ങൾ. തൊഴിൽ അവകാശം സംരക്ഷിക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആഹ്വാനം. NRIG വർക്കേഴ്സ് തൊഴിൽ സംരക്ഷണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല തുടക്കം. ജില്ലയിലെ 7 പഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം. രൂപരേഖ സമർപ്പിക്കാത്തതിനാൽ കുറ്റിക്കോൽ, പടന, മംഗൽപാടി, ബളാൽ പഞ്ചായത്തുകളുടെ പദ്ധതികൾക്ക് ഉപാധികളോടെ അംഗീകാരം. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.